ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. എന്തൊരു വെറുപ്പിക്കലാണ് ഈ പ്രോഗ്രാം. 23 എപ്പിസോഡെങ്കിലും അഗ്നിപരീക്ഷയിൽ ഉണ്ടാവും. കാരണം ഇതിന്റെ ആങ്കറായ റനീഷ ഒരു സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ബൈറ്റിൽ ഞാൻ കേട്ടതാണ് ഒരു 23 എപ്പിസോഡെങ്കിലും ഇതിന് ഉണ്ടെന്നുള്ളത്. ഇതിലെ ജഡ്ജസ് ആണ് ഏറ്റവും വലിയ കോമഡി. റിയ സലീമിനെ എടുക്കാം. റിയ സലീം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര തീയായിരുന്നു, ഭയങ്കര പവർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ അഗ്നിപരീക്ഷയിൽ വന്ന് എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പിന്നെയുള്ള ഒരാൾ രഞ്ജിനി ഹരിദാസ് ആണ്. സത്യം പറഞ്ഞ ഈ രഞ്ജിനി ഹരിദാസ് എനിക്ക് തോന്നുന്നത് ഈ ലോകം മുഴുവനും ഭരിച്ചതിന് ശേഷം അല്പം സമയം കിട്ടുമ്പോൾ ഈ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷയിൽ വന്ന് അവിടെയും കൂടെ ജഡ്ജ്മെന്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും പവറും ഇത്രയും ആറ്റിറ്റ്യൂഡൊന്നും ഈ അഗ്നിപരീക്ഷയിൽ ജഡ്ജായിട്ടിരിക്കുന്നതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഫൈനലി അഖിൽ മാരാർ. ഉള്ളതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജഡ്ജ്മെന്റ് നടത്തുന്ന ഒരാളാണ് അഖിൽ മാരാരെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ്സും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചാൽ ബിഗ് ബോസിലെ അഗ്നിപരീക്ഷയ്ക്കകത്തുള്ള പെർഫോമൻസ് ഈ 3 ജഡ്ജസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഗുഡ് എന്ന് പറയാം. ഇനി കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. ഓവറാക്കി ചളമാക്കുക എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലൂടെയാണ് ഈ കണ്ടസ്റ്റൻസ് എല്ലാം കടന്നു പോകുന്നത്. ഈ ലാസ്റ്റ് സീസൺ വരെ എങ്ങനെയായിരുന്നു ബിഗ് ബോസ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെ മതിയായിരുന്നു. ഈ അഗ്നിപരീക്ഷ എന്നുള്ളത് ഒന്നെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ജഡ്ജസിനെ മാറ്റാമായിരുന്നു. ഇനി അതും അല്ലെങ്കിൽ ടാസ്ക് എങ്കിലും മെനയായിട്ട് ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ സത്യം പറഞ്ഞ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അഗ്നിപരീക്ഷ വൻ കോമഡി ആയിട്ടുണ്ട് കേട്ടോ. ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്.